ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുരിശെന്ന വേദപുസ്തകത്തെ ധ്യാനാത്മകമായിട്ട് വായിക്കാനുള്ള നാളുകളാണ് നോമ്പുകാലം. വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ടല്ലോ. തെല്ലൊന്ന് വ്യത്യാസപ്പെട്ട് കുരിശെന്ന വേദപുസ്തകത്തെ ഏറെ നേരം കണ്ണും പൂട്ടി ആ സന്നിധാനത്തിരുന്നിട്ട് വിരിച്ചു പിടിച്ച കരങ്ങളിലും പിടയുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലും ആകാശത്തിനും ഭൂമിക്കും മധ്യേ എനിക്കും നിങ്ങൾക്കും വേണ്ടി അർപ്പിതമാകാൻ മാത്രം സന്നദ്ധമായുള്ള ആത്മസമർപ്പണത്തിനുമൊക്കെ മുൻപിൽ തെല്ലൊന്ന് ധ്യാനിക്കാൻ കഴിയുമോ? കുരിശ് പറയാത്തതായിട്ട് എന്തു പാഠങ്ങളാണുള്ളത്? നീ എന്നെ സ്നേഹിക്കുന്നോ എന്ന ശിഷ്യൻ്റെ ചോദ്യത്തിന് ഗുരുവിൻ്റെ മറുപടി കരങ്ങൾ വിരിച്ചു പിടിച്ച് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഇങ്ങനെ പിടയുമ്പോൾ പറഞ്ഞു, ഇത്രത്തോളം ഞാൻ നിന്നെ സ്നേഹിക്കണം, നിനക്ക് വേണ്ടി മരിക്കാൻ തക്ക വിധം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, സ്നേഹിതർക്ക് വേണ്ടി പോലും മരിക്കാൻ മനസ്സ് കാണിക്കാത്ത കാലഘട്ടത്ത് നാം പാപികളായിരിക്കെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് മരിച്ചവനെ, ആ കുരിശിനെ നമ്മളിങ്ങനെ ധ്യാനിക്കുകയാണ്. കുരിശെന്ന വേദഗ്രന്ഥത്തെ ഒന്ന് കണ്ണും പൂട്ടിയിരുന്ന് ധ്യാനിച്ച് ആ ചൈതന്യത്തെ പകർത്തി അത് മറ്റുള്ളവർക്ക് കുരിശാകാതെ അനുഗ്രഹമാകാൻ നമുക്ക് ഈ നാളുകളിലൊന്ന് ശ്രമിക്കാം. ഈശോയെ, കുരിശ് പഠിപ്പിക്കുന്ന പാഠങ്ങളെ ധ്യാനിക്കാൻ തക്ക വിധം ഞങ്ങൾക്ക് അഭിഷേകത്തിൻ്റെ മഹാകൃപ നൽകണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.